കോട്ടയത്ത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി 1000 കുട്ടികൾ ഒന്നിച്ച് സൂംബ കളിക്കുന്നു. മന്ത്രി വി.എൻ. വാസവനും കുട്ടികൾക്കൊപ്പം ചേർന്നു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, സൂംബയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾക്ക് മധുരോധാരമായ ഒരു മറുപടിയാണിപ്പോൾ നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്രയും മനോഹരമായൊരു ദൃശ്യമാണ്. മന്ത്രിയാണ് കുട്ടികൾക്കൊപ്പം സൂംബ കളിക്കുന്നത്. അത്ര മനോഹരമായൊരു മറുപടിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്നോണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ഈ അന്താരാഷ്ട്ര ലഹരി ദിനാചരണത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം കോട്ടയത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കഞ്ഞിക്കുഴിയിലുള്ള മൗണ്ട് കാർമൽ സ്കൂളിൽ ഇത്തരത്തിൽ സൂംബ നൃത്തത്തോടു കൂടി ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മന്ത്രി വി.എൻ. വാസവൻ തന്നെയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ മൗണ്ട് കാർമൽ വിദ്യാലയത്തിലെ 1000-ഓളം പെൺകുട്ടികൾ ചേർന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള സൂംബ നൃത്തം കൂടി ആടിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം, ഈ സൂംബയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അല്ലെങ്കിൽ സൂംബ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നൃത്തരീതിയല്ല, അതിനെതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ തുടരുന്നൊരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണ പരിപാടികൾക്ക് കൂടി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നടക്കം നേതൃത്വം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണയും അദ്ദേഹം അർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കൃത്യമായിട്ട് സൂംബ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നൃത്ത രീതിയാണ് എന്നും ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. അവിടെയാണ് കുട്ടികൾക്കൊപ്പം സൂംബ നൃത്തം കളിക്കുന്നത്. വി.എൻ. വാസവൻ മന്ത്രിയാണ്. അദ്ദേഹമാണ് കുട്ടികൾക്കൊപ്പം സൂംബ കളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.